ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഒരു ഹിഡൻ പ്ലേസിലേക്കാണ് കേട്ടോ പോകുന്നത്. എവിടേക്കെന്ന് വെച്ചാൽ വെസ്റ്റേൺ സ്പ്രിംഗ് ലൈക്ക് സൈഡ് പാർക്കിലേക്കാണ് കേട്ടോ. ഇത് ന്യൂസിലാൻഡിലെ ഒക്ലാൻഡിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ വീടിൻ്റെ ഏകദേശം ഒരു 30 മിനിറ്റാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. ഞങ്ങൾ എത്രയോ തവണ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാർക്കിലേക്ക് ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അടിപൊളി ഒരു പ്ലേസാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ദാ ഈ ഒരു ലേക്കിൽ നിറയെ താറാവുകളും അരയന്നങ്ങളും അതേപോലെ പ്രാവുകളും പിന്നെ ഇവിടുത്തെ കുറേ പക്ഷികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവയെല്ലാം കൂടി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നേ. ഞങ്ങൾ ഫീഡ് ചെയ്യാൻ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എല്ലാം കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നേ. ഞങ്ങളാണെങ്കിൽ ഒന്നും കരുതിയിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ ഫീഡ് ചെയ്യുന്നത് അങ്ങനെ അലോഡൊന്നും അല്ല. നമ്മൾ നോക്കിയും കണ്ടൊക്കെ വേണം ഫീഡ് ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാം ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവരെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളത്തിലേക്കൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ, വെള്ളം ചീത്തയാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ എല്ലാം കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിന്നിരുന്ന പോലെയാണ് കേട്ടോ ഓരോന്ന് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളുടെ അടുത്തൊന്നും കിട്ടാത്തതുകൊണ്ട് അവയെല്ലാം കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് തിരിച്ചു പോയി. പിന്നെ ഞങ്ങളിതാ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുകയാണ് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഇതാ നല്ല കാർമേഘം ഉണ്ട്. അപ്പോൾ മഴ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മഴ വെയിലെന്നൊന്നും പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും വരിക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ നടക്കാനിറങ്ങിയേ. അപ്പോൾ ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്. ബ്രിഡ്ജിൽ കൂടെ അങ്ങനെ നടന്നു പോകാൻ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാം, ലൈക്കിൻ്റെ വെള്ളമൊക്കെ അങ്ങനെ ഇറങ്ങി പോകുന്നത്. പിന്നെ ഇതാ നല്ലൊരു അടിപൊളി പ്ലേസാണ്. എന്താ പറയുക, നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അധികം തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ വാക്കിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇവിടെ പലതരം കിളികളുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ഓർമ്മയില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റില്ലെന്ന്. അവിടെ ഓരോ സ്ഥലത്തും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫീഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് പിന്നെ ഒരു കൂട്ടം അരയന്നങ്ങളും താറാവും പ്രാവുകളും എല്ലാം കൂടി റോഡിൻ്റെ അതായത് നടക്കുന്ന ഏരിയയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം കൂടി ഇവിടെ എന്ന് വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ഫാമിലിയുടെ കൂടെ 2 മക്കളുണ്ട് അവരെ കൂടെ. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാം കൂടി അവരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ടുണ്ട് കേട്ടോ. നടക്കുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ നടുക്കൂടെ കൂടെ ഒക്കെ ഇങ്ങനെ പോയി. അപ്പോൾ ചേട്ടനെ വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യനെയും പിടിച്ചിതാ വീഡിയോ എടുത്താണ് കേട്ടോ. കുറച്ച് പേരൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, മക്കളൊന്നും കാണാറില്ലല്ലോ, അല്ലെങ്കിൽ മക്കളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മാത്രം അങ്ങനെ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എൻ്റെ കുറേയൊക്കെ വീഡിയോസ് ആദ്യം തന്നെയാണ് എടുത്തരാറ്. ഞാനും ചേട്ടനും കൂടി ഉള്ളതൊക്കെ ആദ്യമാണ് എടുത്തരാറ് കേട്ടോ. പിന്നെ ആദ്യനൊന്നും വിചാരിച്ച പോലെ ഫോട്ടോസിനും വീഡിയോസിനൊന്നും കിട്ടില്ല. ആദ്യനും കിട്ടില്ല. ആദ്യക്കൊന്നും വല്ല താല്പര്യമില്ല അങ്ങനെ വീഡിയോസിലൊന്നും വരാനായിട്ട്. പിന്നെ ഞാൻ കാണാതൊക്കെ എടുക്കുന്നതാണ്. അങ്ങനെ നടന്ന് ഞങ്ങളിതാ ഇവരുടെ പാർക്കിലെത്തി കേട്ടോ. കുട്ടികളുടെ മെയിൻ പാർക്കാണ് ഇവിടെ. ഇവിടെ കുറേ സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇവരെല്ലാവരും കയറി കളിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ബോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അച്ഛനും മക്കളും കൂടി ബോൾ തട്ടി കളിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിലേക്ക് പോകാനായപ്പോഴത്തേക്ക് മഴ പെയ്തു ഗൈസ്.